إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ-ബഖറ 223-ാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണ്. നിസാഉകും നിങ്ങളുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാർ, ഹർസുൻ ലക്കും നിങ്ങൾക്കൊരു കൃഷിയിടം പോലെയാണ്. ഒരു കൃഷിക്കാരന് അവന്റെ കൃഷിയിടം എത്രത്തോളം അവന് പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം നിങ്ങളുടെ ഭാര്യമാരുമായി ഇണകളുമായി നിങ്ങൾക്കുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആ കൃഷിയെ നിങ്ങൾ സമീപിക്കണം. അന്നാശിത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ആ കൃഷിയിടം സമീപിക്കാം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊക്കെ വളരെ വിശദീകരിച്ച് പറയേണ്ട വചനങ്ങളാണ്. നിങ്ങളുടെ സ്വന്തം ദേഹത്തിന് നിങ്ങൾ മുന്നൊരുക്കി വെക്കണമെന്ന് പറഞ്ഞാൽ ഇത്തരം ഫാമിലി ലൈഫുമായി കൂടിക്കലർന്ന് ജീവിക്കുമ്പോൾ നിങ്ങൾ സുഖാഡംബരത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ട് അള്ളാഹുവിനെ മറക്കരുത്, ഈക ദുനിയാവിൽ തന്നെ കെട്ടിയിടപ്പെടരുത് എന്നൊക്കെയാണ് അതിന്റെ പൊരുൾ. ആഖിറത്തിലേക്ക് വേണ്ടി ശാശ്വതമായ വിജയത്തിന് വേണ്ടി നിങ്ങൾ മുൻകരുതി വെക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നൊരുക്കി വെക്കണം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അതാണ് അതിലേക്കുള്ള സൂചന. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ യഥേഷ്ടം നിങ്ങൾ അനുഷ്ഠിക്കണമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. വഅലമൂ നിങ്ങൾ അറിയണം, അന്നകും മുലാഖൂഹു നിശ്ചയമായും നിങ്ങൾ മുലാഖൂഹു അവനെ കണ്ടുമുട്ടേണ്ടവരാണെന്നും നിങ്ങൾ അറിയണം. സദാസമയം നിങ്ങൾക്ക് ഓർമ്മ വേണം, ഈ ഐഹികമായ ജീവിതം കഴിഞ്ഞു പോയാൽ ഇനിയൊരു പരലോക ജീവിതമുണ്ട്. മഅ്ശറ വൻസബീൽ വിചാരണയുണ്ട്. ആ അല്ലാഹുവിനെ കണ്ടുമുട്ടണം എന്നുള്ള ആ ഒരു ഓർമ്മ അത് സദാസമയം നിങ്ങൾ നിലനിർത്തണമെന്നാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. വബശ്ശിരിൽ മുഅ്മിനീൻ വിശ്വാസികൾക്കാണ് സന്തോഷ വാർത്തയുള്ളത്. വിശ്വാസികൾക്കാണ് സന്തോഷ വാർത്ത, അവിശ്വാസികൾക്ക് സന്തോഷ വാർത്തയില്ല എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. വിശ്വാസികളായി നല്ല ഉത്തമ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമായി ജീവിച്ച് അങ്ങനെ മുഅ്മിനായി തന്നെ മരണപ്പെടുന്ന ഒരു വ്യക്തിക്ക് സന്തോഷ വാർത്തയുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ശാശ്വതമായ ആ വിജയത്തിന്റെ സ്വർഗപ്രവേശനം അയാൾക്ക് ലഭിക്കും. സത്യം ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.